കേന്ദ്രമന്ത്രിയായ ശേഷം വീണ്ടും അഭിനയിക്കാനെത്തിയ സുരേഷ് ഗോപി ഒറ്റക്കൊമ്പൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പുരോഗമിക്കുകയാണ്. AV ജയശങ്കർ വിവരങ്ങൾ ചെയ്തു. ജയശങ്കർ, ആ സിനിമയിലേക്ക് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരികെ അദ്ദേഹം കുറേ ഫൈറ്റൊക്കെ നടത്തിയതാണ് ഇന്റേണലി. അപ്പോൾ ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണോ? ഏത് സീനാണ് എടുക്കുന്നത് ജയശങ്കർ? അതായത് ആശ്മി, ഒറ്റക്കൊമ്പൻ സിനിമയുടെ ആദ്യ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ടുള്ള ചിത്രീകരണമാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിലവിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് സുരേഷ് ഗോപി ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയത്. നമുക്കറിയാം, നിരവധി വിവാദങ്ങൾക്കൊടുവിലാണ് ഈ ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ചില പാർട്ടിയിൽ നിന്നുൾപ്പെടെ അനുമതി ലഭിക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. സിനിമ തന്നെ അനിശ്ചിതത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിരിക്കുന്നു. ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എനിക്ക് പിന്നിലുള്ള ലൊക്കേഷനിലാണ് ആ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നമുക്ക് സാങ്കേതിക പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ ഇതാവുന്നു. സുരേഷ് ഗോപിയുടെ ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു സിനിമയാണ് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്നത്. കോട്ടയം, പാല ഉൾപ്പെടെ ഇനിയും നിരവധി ലൊക്കേഷനുകളിൽ ഈ സിനിമ ചിത്രീകരിക്കാനുണ്ട്. എന്തായാലും ഇതിന്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നു. സെൻട്രൽ ജയിലിലാണ് ഷൂട്ടിംഗ്. സുരേഷ് ഗോപി തന്നെ എത്തിയാണ് ഈ ഷൂട്ടിങ്ങിന്റെ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമാവുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് ആശ്മി, വലിയ തോതിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. സുരക്ഷാ മേഖലയാണ്. പ്രത്യേക അനുമതിയൊക്കെ ലഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഷൂട്ടിങ്ങിനും ഇവിടെ കളമൊരുങ്ങുന്നത്. എന്തായാലും സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു. അല്പം മുമ്പാണ് സുരേഷ് ഗോപി കാരവാനിൽ നിന്ന് ഇറങ്ങി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയത്. ആശ്മി. ഓക്കെ, AV ജയശങ്കറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.